അതുകൊണ്ട് തന്നെ ദാവീദും ഒക്കെ ഇങ്ങനെ വലിയ കഷ്ടതയിൽ കൂടെ കടന്നുപോയി, വലിയ ദുരിതത്തിലൂടെ കടന്നുപോയി, വലിയ സഹിഷ്ണുതയിൽ കൂടെ കടന്നുപോയി. ഒടുവിൽ ഒരു പ്രത്യാശയുടെ, ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് അവരെത്തപ്പെട്ടു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയമിത്രമേ, ഞാൻ പറയട്ടെ ആത്മാവിൽ, ഈ കഷ്ടത ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഈ ദുരിതങ്ങൾ ഒരു വലിയ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ഈ സഹിഷ്ണുത ഒരു വലിയ സിദ്ധതയ്ക്ക് വേണ്ടിയാണ്. ഏതോ വലിയ വിഷയത്തിൻ്റെ മുൻപിൽ ഒരു ജയത്തിന് വേണ്ടി, അതിന് പ്രധാനമായി ഒരു സിദ്ധത ലഭിക്കുവാൻ വേണ്ടി ഈ കഷ്ടതയിൽ കൂടെ കർത്താവ് നമ്മെ കടത്തിക്കൊണ്ടു പോകുന്നു. ഒരു സഹിഷ്ണുതയിൽ കൂടെ കർത്താവ് നമ്മെ കടത്തിക്കൊണ്ടു പോകുകയാണ്. ഏതോ ഒരു വലിയ പദ്ധതികൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചെയ്യുവാനുണ്ട്. ഒന്നെങ്കിൽ ശുശ്രൂഷയാകാം, ജോലിപരമായിട്ടാകാം, ആത്മീകപരമായിട്ടാകാം, സാമ്പത്തികപരമായിട്ടാകാം. ഏത് നിലവാരത്തിലാണെങ്കിലും ഈ കഷ്ടതയ്ക്ക് പിറകിൽ ഒരു വലിയ ബ്ലെസ്സിങ് ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ സമയം ആലോചന പറയുകയാണ്. ഹല്ലേലൂയ.